പാകിസ്ഥാൻ എന്ന രാജ്യം, ആ രാജ്യത്തിന്റെ ഏത് പ്രവർത്തന മേഖല നോക്കിയാലും അതിനകത്തൊക്കെ ഒരു ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഒരു ഒരു ലോക വിരുദ്ധത അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധത നിലകൊള്ളുന്നു. തീവ്രവാദത്തെ ഇത്ര അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യം ലോകത്തെങ്ങുമില്ല. ഇന്ത്യക്കെതിരെ എന്തും ചെയ്യാൻ മടി കാണിക്കില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇന്ത്യ മുന്നിൽ വന്നാൽ മുട്ടുവിറയ്ക്കും എന്നത് സത്യം. പാകിസ്ഥാൻ തീവ്രവാദികളും നുഴഞ്ഞുകയറ്റക്കാരും ഇന്ത്യയിൽ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചും മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധം ഉലഞ്ഞതും ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ക്രിക്കറ്റിനെ ഇതുമായി രാഷ്ട്രീയവുമായിട്ടും രാജ്യങ്ങളുമായിട്ടും ഒന്നും കൂട്ടി ചേർക്കേണ്ട കാര്യമില്ല. ക്രിക്കറ്റ് ഈസ് എ ഗെയിം ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ, കേരളത്തിൽ നിരവധി പേർ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്, ഈ 26/11 ഈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും അയാളുടെ കൂട്ടാളികളും ഒക്കെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷൊഹൈബ് അക്തർ, മുൻ ക്രിക്കറ്റർ ഷൊഹൈബ് അക്തർ. അദ്ദേഹം ഒരു ഫാസ്റ്റ് ബൗളറാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ലോകത്തെ ഏറ്റവും വേഗത്തിൽ പന്തെറിയുന്ന ബൗളർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഈ ഭീകരവാദികളും അവരുടെ കൂട്ടാളികളും ഒക്കെ പങ്കെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏഷ്യൻ മാധ്യമങ്ങൾ നൽകുന്നത്. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തറിന്റെ സഹോദരന്റെ ശവസംസ്കാര ചടങ്ങിൽ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ നേതൃത്വം പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ സ്ഥാപകനുമായ ഹായിസ് സയ്യിദിന്റെ അടുത്ത കൂട്ടാളികളാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പാകിസ്ഥാനിൽ ഭീകരവാദികൾക്ക് ഇപ്പോഴും സുരക്ഷിത താവളം ഒരുക്കുന്നു, പാകിസ്ഥാൻ ചെയ്യുന്നു, അത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ ലോകവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ഇന്ത്യയുടെ ആവർത്തിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ ശരിവയ്ക്കപ്പെടുകയാണ്. ലഷ്കർ ഇ തൊയ്ബയുടെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ്, ഇവരാണ് ഇത് പുറത്തുവിട്ട വീഡിയോയിലാണ് സംഘടനയുടെ പ്രധാന നേതാക്കൾ മരണാനന്തര പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഷൊഹൈബ് അക്തറിന്റെ മൂത്ത സഹോദരൻ ഷാഹിദ് അക്തർ ഹൃദയാഘാതത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഈ സംഘടനയുടെ ഇസ്ലാമാബാദ് തലവൻ ഇനാം ഉർ റഹ്മാൻ, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി അബ്ദുള്ള അത്തൂർ, ജോണൽ ജനറൽ സെക്രട്ടറി ഹാഫിസ് ഉമർ, ഖിദ്മത്ത് കമ്മിറ്റി ചെയർമാൻ അംജദ് ഭട്ടി തുടങ്ങിയ പ്രമുഖ ലഷ്കർ ഇ തൊയ്ബ നേതാക്കൾ ചടങ്ങിൽ വരിവരിയായി നിന്ന് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തന്റെ സഹോദരന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി ഷൊഹൈബ് അക്തർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. എങ്കിലും ലഷ്കർ നേതാക്കളുടെ സാന്നിധ്യത്തെ തുടർന്നുണ്ടായ വിമർശനങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ എല്ലാ മേഖലകളും, അല്ലെങ്കിൽ ക്രിക്കറ്റ് ആയാലും ശരി, സിനിമയായാലും ശരി, മറ്റ് രാഷ്ട്രീയമായാലും ശരി, എല്ലാം തീവ്രവാദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, തീവ്രവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീവ്രവാദമാണ് പാകിസ്ഥാന്റെ ആശയം തന്നെ. തെമ്മാടി രാഷ്ട്രം എന്ന് പാകിസ്ഥാനെ വിളിക്കുന്നത് വെറുതെയല്ല, തീവ്രവാദം തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതുതന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. വിഭജനം മുതൽ തന്നെ അതുണ്ട്. ഈ വിഷയത്തിൽ ഷൊഹൈബ് അക്തർ പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുമായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദം, ഇന്ത്യൻ ക്രിക്കറ്റർമാരുമായിട്ടൊക്കെ അടുത്ത സൗഹൃദം പുലർത്തുന്ന വ്യക്തി കൂടിയാണ്. അപ്പം ലഷ്കർ ഇ കമാൻഡർമാരും നേതാക്കന്മാരും അവിടുത്തെ വെടിവെപ്പുകാരും ഒക്കെ തന്നെ ഇപ്പോൾ ഒരു മരണാനന്തര ചടങ്ങാണ്, അവിടെ ആർക്കും വേണമെങ്കിലും വരാം എന്നൊക്കെ പറയാം. പക്ഷേ ഇത്തരം ഭീകരവാദികളൊക്കെ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതും ആ വീഡിയോ ചർച്ചയാകുന്നതോടെ അത് തീർച്ചയായിട്ടും അത് ആഗോളതലത്തിൽ തന്നെ അത് തീവ്രവാദ ആശയങ്ങളുമായി പാകിസ്ഥാൻ ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായിട്ട് കൂടി കണക്കാക്കാം.